ഇപ്പോൾ കേരളത്തിലെ ചില പ്രതിപക്ഷ ചാത്തന്മാരൊക്കെ പറയുകയാണ് കേരളത്തിലെ ഏറ്റവും വലിയ കോമഡി പീസുകൾ കമ്മികളാണെന്ന്. എന്നിട്ട് അവർ കുറേ പേര് പറയുന്നു. ഡോക്ടർ വാഴക്കൊലയെന്നോ, ഡോക്ടർ ഷിജു ഖാൻ, പിന്നെ ലുട്ടാപ്പി. ആരായി ലുട്ടാപ്പി? അത് ഷിജു ഖാൻ ഒരു പ്രസംഗം ഇന്നലെ ട്രംപിനെ വിറപ്പിച്ചെന്നോ അങ്ങനെ പനി പിടിച്ചെന്നോ ഒക്കെ പറയുന്നു. എന്തായാലും ഇതിൽ ഡോക്ടർ വാഴക്കൊല ഉരുക്കുവനിതയാണ്. അവർ എന്തൊരു അഭിനയസിദ്ധി, എന്തൊരു പൊതിച്ചോർ, ഈ ഓർഗനൈസേഷണൽ കപ്പാസിറ്റി, പൊതിച്ചോറ് വിതരണത്തിലെ കാര്യക്ഷമത, പിന്നെ മലയാളം പ്രസംഗം, പിന്നെ ഉള്ളം കയ്യിലെ നെല്ലിക്ക. പി പി ഡാഗിനി തുല്യ നിലവാരത്തിലുള്ള ഒന്നാന്തരം നേതാവാണെങ്കിലും ഇവരുടെ ഇംഗ്ലീഷ് പ്രസംഗം, ഡോക്ടർ വാഴക്കുലയുടെ കിടിലൻ പ്രസംഗമാണ്. പിന്നെ ഇവരൊക്കെ പറയുന്നത് ചങ്ങമ്പുഴയുടെ വാഴക്കൊല വെട്ടി വൈലോപ്പിള്ളിക്ക് കൊടുത്തെന്നോ. അത് വെറുതെ ഒരു വാഴക്കൊല നിന്നപ്പോൾ അത് വെട്ടി കൊടുത്തെന്ന് പറഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല. അത് ചങ്ങമ്പുഴയോട് ഒന്ന് ചോദിക്കണമായിരുന്നു. പക്ഷെ അവരുടെ ഹൃദയ വിശാലതയാണ് അതിൽ നിന്ന് തെളിയുന്നത്. പിന്നെ ഇന്നലെ ട്രംപിനെ വിറപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രസംഗം, അതെന്ന് പറഞ്ഞാൽ വാക്കുകളുടെ ബോംബ് വർഷമായിരുന്നു എന്നൊക്കെയാണ് അത് കേട്ടവർ പറയുന്നത്. ട്രംപല്ല, ഈ ഈദി അമീൻ ആയാലും ഞെട്ടിപ്പോകും. ഇനി അതുപോലെ തന്നെ ആ പ്രസംഗമല്ല, ആ പ്രബന്ധത്തിൻ്റെ ഒരു കോപ്പി, ആ ചങ്ങമ്പുഴയുടെ വാഴക്കൊല വെട്ടിയെന്നൊക്കെയാണല്ലോ പറയുന്നത്. പക്ഷേ ആ കോപ്പി, ആ വാഴക്കൊല പ്രബന്ധത്തിൻ്റെ ഒരു കോപ്പി ട്രംപിന് അയച്ചു കൊടുക്കേണ്ടതാണ്. ട്രംപ് മേലിൽ ഇന്ത്യക്കെതിരെ തുറക്കുകയില്ല എന്ന് തന്നെ നമുക്ക് ആശിക്കാവുന്നതാണ്. എന്തായാലും ഭാവിയിൽ കേരളത്തിൻ്റെ ഒരു വനിതാ മുഖ്യമന്ത്രിയാവേണ്ട മഹത് വ്യക്തിത്വമാണ്. മറ്റ് ചില ഇതുപോലെ ദോഷൈക ദൃക്കുകൾ പറയുന്നു. സഖാവ് മുകേഷണ്ണൻ മാറുന്ന ഒഴിവിലേക്ക് ഡോക്ടർ വാഴക്കൊല വരുന്നു, എന്തോ ഈനാമ്പിച്ച് പോകുമ്പോൾ വേറെ ആൾ വരുന്നെന്നോ. അതൊക്കെ നിങ്ങളുടെ തോന്നലുകളാണ്. അത് ഈ കോങ്കികളും അതുപോലെ ഈ BJP-ക്കാരും പറഞ്ഞൊപ്പിക്കുന്നതാണ്. ചിലർക്ക് മുന്നിൽ ചരിത്രം മാറി നടക്കാറുണ്ട്. അതുതന്നെയാണ് ഞങ്ങളുടെ ഭാവി മുഖ്യമന്ത്രി. എല്ലാ ഭാവങ്ങളും ലാൽ സലാം സഖാവേ.